ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് CPAS 2025 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുന്നതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം CPAS റാങ്ക് ലിസ്റ്റ് 2025 എന്ന് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓൺ ആയിട്ട് വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണുന്നത്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ CPASന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ചോദിച്ചതാണ്. CPASന് സെപ്പറേറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം CPAS കോളേജസ് ഇപ്പോൾ LBSന്റെ അണ്ടറിലാണ് വന്നിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതുകൂടി ഒന്ന് ചെന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ദ ജനറൽ റാങ്ക് ലിസ്റ്റ് ഫോർ നഴ്സിംഗ്, പാരാമെഡിക്കൽ ആൻഡ് BPharm കോഴ്സസ് ഹാസ് ബീൻ പബ്ലിഷ്ഡ്. ലോഗിൻ ടു ദ അഡ്മിഷൻ പോർട്ടൽ ടു വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ്. ഇത് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് ഐഡിയും കാര്യങ്ങളും കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ CPASൽ വരുന്ന റാങ്കിൽ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് CPAS കോളേജസിൽ മുൻഗണന വരുന്നുണ്ടാവുക. അതോടൊപ്പം CPAS കോളേജസിന് വേണ്ടി സെപ്പറേറ്റ് അപ്ലൈ ചെയ്തവർക്കും ഇതിൽ മുൻഗണന ഉണ്ടായിരിക്കുന്നതായിരിക്കും. പക്ഷെ LBSന്റെ അണ്ടറിലാണ് ഇപ്പോൾ CPASന്റെ കോളേജസ് എല്ലാം വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം സെപ്പറേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തന്നെ ലോഗിൻ പോർട്ടലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ CPASന്റെ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും എല്ലാ കാര്യത്തിലും ഉള്ള പ്രോസ്പെക്ടസ് മുഴുവനായി വായിച്ചതിന് ശേഷം മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇപ്പോൾ CPASൽ വന്നിരിക്കുന്നത് BSc നഴ്സിംഗ്, BSc MLT, ഫിസിയോതെറാപ്പി, മെഡിക്കൽ മൈക്രോബയോളജി, BPharm ലാറ്ററൽ എൻട്രി ടു സെക്കൻഡ് ഇയർ, ഇത്രയും കാര്യങ്ങൾക്കാണ് നമുക്ക് എൻട്രി ആയിട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം ഇനി പറയുന്ന ഒരു കാര്യം, LBSന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്തുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ LBS സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ മുഴുവനായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. ഇന്ന് 5 മണി വരെയാണ് നമുക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. മുഴുവനായി വായിച്ചതിന് ശേഷം മാത്രം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി LBSന്റെ വെബ്സൈറ്റിൽ എന്തൊക്കെയാണ് അവർ നിർദ്ദേശങ്ങൾ പറയുന്നത് നോക്കാം. അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നഴ്സിംഗ് ആൻഡ് എലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ് 2025. കോഴ്സ് കോളേജ് ഓപ്ഷനുകൾ സമർപ്പിക്കുന്ന വിധം. അപേക്ഷകൻ ഓൺലൈനായി ആദ്യം സമർപ്പിക്കുന്ന ഓപ്ഷനുകൾ 3 റെഗുലർ അലോട്ട്മെന്റിലേക്കും വേണ്ടിയിട്ടും പരിഗണിക്കുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ട്രയൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തു. ഓപ്ഷൻ ട്രയൽ അലോട്ട്മെന്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. പല കുട്ടികളും ട്രയൽ അലോട്ട്മെന്റ് വരുന്ന കാര്യം പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. അവർക്ക് വേണ്ടിയിട്ട് ഈ സമയത്ത്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിന് മുന്നേ ആയിട്ട്, അതായത് ഇന്ന് 5 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ട്. 26 കോളേജസും കൂടി നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് LBS വഴി. അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻസും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടൈം ഉള്ളതാണ്. ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് പുതുതായി എല്ലാം ഒന്നേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപേക്ഷകൻ 1-ാം ഘട്ടത്തിൽ സമർപ്പിക്കുന്ന കോഴ്സ് കോളേജ് ഓപ്ഷനുകൾ 3-ാമത്തെ അലോട്ട്മെന്റ് വരെ പരിഗണിക്കുന്നതാണ്. റെഗുലർ അലോട്ട്മെന്റുകൾക്ക് ശേഷം വരുന്നത് സ്പോട്ട് ഓർ സ്പെഷ്യൽ അലോട്ട്മെന്റുകളാണ്. ഓരോ സ്പോട്ട് ഓർ സ്പെഷ്യൽ അലോട്ട്മെന്റും പ്രത്യേകമാണ്. ഓരോ സ്പോട്ട് ഓർ സ്പെഷ്യൽ അലോട്ട്മെന്റിലും പങ്കെടുക്കണമെങ്കിൽ ഓരോന്നിനും രജിസ്റ്റർ ചെയ്യണം. ഒരു സ്പോട്ട് ഓർ സ്പെഷ്യൽ അലോട്ട്മെന്റിന് അപേക്ഷകൻ സമർപ്പിക്കുന്ന ഓപ്ഷനുകൾ ആ അലോട്ട്മെന്റിന് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിക്കുക. അത് 3-ാമത്തെ അലോട്ട്മെന്റ് വരെ നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് കിട്ടാത്ത കുട്ടികൾക്ക് സ്പോട്ട് ഓർ സ്പെഷ്യൽ അലോട്ട്മെന്റ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ സെപ്പറേറ്റ് ഒന്നേന്ന് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. അതിന്റെ റീസൺ എന്ന് പറയുന്നത് 3-ാമത്തെ അലോട്ട്മെന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, മാക്സിമം സീറ്റുകളും ഫില്ലായിരിക്കും. ബാക്കിയുള്ള വാക്കന്റ് സീറ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പോട്ട് ഓർ സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുന്നത്. ഓക്കെ, അപേക്ഷകൻ കോഴ്സ് ഓർ കോളേജ് ഓപ്ഷൻ സമർപ്പിക്കുന്നതിന് മുമ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോളേജ് ലിസ്റ്റിലുള്ള കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, സീറ്റുകളുടെ എണ്ണം, മെറിറ്റ് സീറ്റ്, മാനേജ്മെന്റ് സീറ്റ്, NRI കോട്ട സീറ്റ് എന്നിവ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതായത് കുറെ കുട്ടികൾ ചോദിച്ചതാണ്, NRI കോട്ട റിസർവേഷൻ സീറ്റുള്ള
അവിടേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്ന്. അതായത് ഓൾറെഡി NRI റിസർവേഷൻ ഇല്ലാത്ത കുട്ടികളാണ്, അവർക്ക് NRI ബേസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കുട്ടികൾ ഈ NRI സീറ്റിന് വേണ്ടി അപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് NRI ഡോക്യുമെന്റ്സ് കൊടുത്താൽ മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ റിജക്റ്റ് ആവും. അതോടൊപ്പം നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ എല്ലാവർക്കും പരിഗണിക്കും കേട്ടോ. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ NRI കോട്ട ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാത്ത സ്റ്റുഡൻസ് NRI സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് NRI ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ റിജക്റ്റ് ആവും. അതോടൊപ്പം സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കുകയും ഇല്ല. അത് എല്ലാവരും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. പല കുട്ടികളും ചോദിച്ചതാണ് ഇനി LBS ഏതെങ്കിലും കോളേജസ് അപ്രൂവൽ ചെയ്യുമോ എന്നുള്ളത്. അതിന്റെ അപ്ഡേറ്റ് ഇതുവരെയും വന്നിട്ടില്ല. വരുവാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ 26 കോളേജസിന് LBS അപ്രൂവൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനെ ഓപ്ഷനിലേക്ക് കൊടുത്താൽ മാത്രം മതി. അതോടൊപ്പം LBS തന്നെ പറയുന്നുണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം ഏതെങ്കിലും കോളേജസിന് അപ്രൂവൽ കിട്ടുവാണെങ്കിൽ ആ കോളേജസ് മാത്രം നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിനായി ടോക്കൺ ഫീസ് ചെല്ലാൻ മുഖേനയോ ഓൺലൈനായോ നിശ്ചിത സമയത്തിനുള്ളിൽ അടയ്ക്കണം. ഓക്കെ, എല്ലാവരും ടോക്കൺ ഫീ ഒക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ. ഫീ അടച്ചതിന്റെ ഓൺലൈൻ രസീതോർ ചെല്ലാൻ അപേക്ഷകന് ലഭിക്കുന്നതാണ്. ഫീ അടയ്ക്കാത്തവരുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതിനാൽ ഫീ അടയ്ക്കാത്തവരെ 2ഉം 3ഉം അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുകയും ഇല്ല. അപ്പോൾ എല്ലാവരും ഫീസും കാര്യങ്ങളും ഒക്കെ ട്രയൽ അലോട്ട്മെന്റിൽ പ്രത്യേകിച്ച് വന്ന കുട്ടികൾ ഫീസ് എല്ലാം റെഡിയാക്കി വെക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ ട്രയലിൽ കിട്ടിയ കോളേജ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജസിൽ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ ടോക്കൺ ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷനും കിട്ടാതിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. അപ്പോൾ എല്ലാവരും ഫീസൊക്കെ റെഡിയാക്കി വെക്കുക. മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. അലോട്ട്മെന്റ് മെമ്മോ മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം അപേക്ഷകന്റെ ഫോം പേജിൽ ലഭ്യമാകും. LBS സെന്ററിൽ അടച്ച തുകയുടെ ബാക്കി തുക ഫീസ് ഇനത്തിൽ കോളേജുകളിൽ അടയ്ക്കണം. കോളേജുകളിൽ ചേർന്നില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടും. ഇവർക്ക് പിന്നീട് സ്പോട്ടോ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. അതിൽ അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ LBS സെന്ററിൽ അടച്ച തുക ആ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. സ്പോട്ടോ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുത്ത് അലോട്ട്മെന്റ് ലഭിച്ചാൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാത്തവരെ പിന്നീട് അലോട്ട്മെന്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല. അതായത് മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം സ്പെഷ്യൽ ആയിട്ടും അല്ലെങ്കിൽ സ്പോട്ടായിട്ടും നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കുക. കോളേജ് അഡ്മിഷൻ എടുത്ത അപേക്ഷാർത്ഥികൾക്ക് സ്പോട്ടോ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അവർക്ക് സ്പോട്ടോ സ്പെഷ്യൽ അലോട്ട്മെന്റ് വഴി അലോട്ട്മെന്റ് കിട്ടിയാൽ നേരത്തെ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അവർ പുതുതായി ലഭിച്ച കോളേജിൽ നിശ്ചിത തീയതിക്കുള്ളിൽ അഡ്മിഷൻ നേടേണ്ടതുമാണ്. ഇത് നമുക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ ഡയറക്റ്റ് വിളിച്ചതിന് ശേഷം നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ NOC സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ സ്പോട്ടോ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റും വേണം എന്നുള്ള കാര്യം എല്ലാവരും ഓർത്ത് വെക്കുക. ഇതുവരെ കുറെ പേരുടെ ഡൗട്ട്സ് ആയിരുന്നു ഓപ്ഷൻസ്. നിങ്ങളിപ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യണമോ റീഅറേഞ്ച് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഉണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ബട്ടൺ ചെയ്യണം. സേവ് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് LBS വെരിഫൈ ചെയ്യില്ല. ഇനി ഒന്നും ചെയ്യുന്നില്ല, ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ ഓപ്ഷൻസ് അതുപോലെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ബട്ടണോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെയുള്ള LBS അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.